ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ മീൻ പൊള്ളിച്ചത്. അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് അയില മീനാണ്. 6 അയില മീൻ എടുത്തിട്ടുണ്ട്. മീഡിയം സൈസ് അയില മീൻ 6 എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് വരഞ്ഞു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല. ഇത് നമുക്ക് കുറച്ച് പുളിവെള്ളവും ഉപ്പും ചേർത്ത് മിക്സാക്കി എടുക്കാം. പുളിവെള്ളം ചേർക്കാം, വിനാഗിരി ചേർക്കുന്നവർക്ക് വിനാഗിരി ചേർക്കാം, ചെറുനാരങ്ങ നീരുണ്ടെങ്കിൽ അത് ചേർക്കാം. ഞാൻ പുളിവെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടില്ലേ. മസാലയെല്ലാം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വരഞ്ഞു വെച്ചിട്ടില്ലേ മീനിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. മീനിന് മസാലയെല്ലാം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മീനിട്ട് കൊടുക്കാം. 3 മീനിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മീനെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പൊള്ളിച്ചെടുക്കാനുള്ള മസാല റെഡിയാക്കി എടുക്കാം. അതിനു വേണ്ടി 2 ഉള്ളി എടുത്തിട്ടുണ്ട്. ഇത് ചെറിയ ഉള്ളി ആയതുകൊണ്ട് 2 എടുത്തത്. വലുതാണെങ്കിൽ 1 മതി. ചെറിയ 2 തക്കാളി, വലുതാണെന്നുണ്ടെങ്കിൽ 1 മതി. പിന്നെ 4 പച്ചമുളക്, 10-15 ചെറിയ അല്ലി വെളുത്തുള്ളി, ഇഞ്ചി. ഇത്രയും നമുക്ക് മിക്സിയിലിട്ട് നന്നായി അരച്ചെടുക്കാം. ഇതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പുളിവെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. 1 തണ്ട് കറിവേപ്പില കൂടി ചേർത്തിട്ടുണ്ട്. അരച്ചെടുത്തിട്ടുണ്ട്. നന്നായി പേസ്റ്റായിട്ട് അരച്ചെടുക്കണ്ട. നേരത്തെ ഫ്രൈ ചെയ്ത മീനിൻ്റെ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. പച്ചമണം മാറുന്നവരെ ഇത് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് വഴറ്റിയെടുക്കാം. നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ഗ്ലാസ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഗ്രേവിയെല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു വാഴയില വാട്ടിയെടുത്തിട്ടുണ്ട്. നന്നായി വാട്ടിയെടുക്കണം. ഇനി വാട്ടി വെച്ച വാഴയിലയിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ഗ്രേവി ഇട്ട് കൊടുക്കാം. ഗ്രേവി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗ്രേവിയിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച മീൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. 2 പൊതിയാണ് ആക്കുന്നത്. 3 ആയിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ബാക്കിയിലെ ഗ്രേവി മീനിൻ്റെ മേലെ കൂടി വെച്ച് കൊടുക്കാം. ഗ്രേവി എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മീനിൻ്റെ മുകളിലായിട്ടും ഗ്രേവി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് 1 തണ്ട് കറിവേപ്പില വെച്ച് കൊടുക്കാം. 2ലും ഓരോ തണ്ട് കറിവേപ്പില വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് പൊതിഞ്ഞെടുക്കാം. നന്നായി പൊതിഞ്ഞെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊരു വള്ളി വെച്ച് കെട്ടിക്കൊടുക്കണം. വാഴയില തന്നെ വള്ളി വെച്ചാണ് കെട്ടിക്കൊടുക്കുന്നത്. ഇതുപോലെ കെട്ടിക്കൊടുക്കണം. കെട്ടയ്യാൻ പാടില്ല. ഇതുപോലെ കെട്ടിക്കൊടുക്കണം. മീൻ 2 കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പൊള്ളിച്ചെടുക്കാം. ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെക്കാം. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വന്നിട്ടാകുമ്പോൾ ഇതിലേക്ക് നമുക്ക് കെട്ടിവെച്ച മീൻ വെച്ച് കൊടുക്കാം. മീൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഒരു 10 മിനിറ്റ് തിരിച്ച് മറിച്ച് വിട്ടിട്ട് വേവിച്ചെടുക്കണം. 5 മിനിറ്റ് ഒരു സൈഡ് വേവിച്ചെടുക്കണം, 5 മിനിറ്റ് മറ്റേ സൈഡ് വേവിച്ചെടുക്കണം. അങ്ങനെ 10 മിനിറ്റ് വേവിച്ചെടുക്കാം. ചെറിയ തീയിൽ വേണം ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. 2 പാത്രത്തിലായിട്ട് മീൻ പൊള്ളിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ചെറിയ മീനായതുകൊണ്ടാണ് നമ്മൾ 3 മീൻ ഒരു ഇലയിൽ വെച്ചത്. വലിയ മീനാണെന്നുണ്ടെങ്കിൽ 1 വെച്ചാൽ മതി. ചെറുതായതുകൊണ്ട് 3 വെച്ചു. നമ്മൾ ഇത് മറിച്ച് വിട്ട് മീൻ വേവിച്ചെടുത്തിട്ടുണ്ട്. 10 മിനിറ്റ് വേവിച്ചെടുത്തു. മീൻ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മളെ
അയില പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. നല്ല മണമെല്ലാം വരുന്നുണ്ട്. ഇനി നമുക്ക് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അയില പൊള്ളിച്ചത് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. ഭയങ്കര ചൂടാണ്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. നല്ലുണ്ട്. അയില പൊള്ളിച്ചത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് എല്ലാവരും കണ്ടല്ലോ. ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനിയും കൂടുതൽ രുചികരമായ റെസിപ്പികളുമായി ഞാൻ വീണ്ടും വരും. ഓക്കെ, ബൈ ബൈ.